അരുവിക്കര ഡാമിലാണ്. ഡാം സൈറ്റിലെ വിവിധ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അരുവിക്കര ഡാം സൈറ്റിലാണ് ഇന്ന് 8-ാം തീയതി ജൂലൈ 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇവിടെ വന്നതാണ്. 600 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തിട്ടാണ് ഇപ്പോൾ വന്നത്. എന്നുവെച്ചാൽ നമ്മുടെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ചിട്ട് വേണമല്ലോ നീങ്ങാൻ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. കാലത്തിൻ്റെ വൈതരണികൾ, കാലത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഒപ്പിയെടുക്കുകയാണ്. എത്രമാത്രം അശ്രാന്ത പരിശ്രമമാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വരുന്നത് ഒരു ചിത്രത്തിൻ്റെ തുടക്കത്തിന് വേണ്ടിയും അതോടൊപ്പമുള്ള പ്രവർത്തനങ്ങളുമായാണ്. സൗന്ദര്യവും മേക്കപ്പും ഒന്നും നോക്കാൻ സമയമില്ല. അതെല്ലാം പിന്നാലെ വന്നുള്ളൂ. ഇന്ന കാട്ട് ഓടണം. റെഡി, ആക്ഷൻ. വരട്ടെ, വരട്ടൂടാ കൊണ്ടു കുട്ടേ. ഈ മനോഹര തീരത്ത് വരുമ്പോൾ ഇനിയൊരു ജന്മം കൂടി എന്നതുപോലെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരാഗ്രഹം, ഒരു ചിന്തകൾ ചെയ്തേ അടങ്ങൂ എന്നുള്ളൊരു വാശി. ഒരു പ്രോജക്റ്റ് തീർന്നിട്ട് ദിവസങ്ങളായുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങിയാണ് പുതിയൊരു സൃഷ്ടിയുടെ മേലാപ്പിന് വേണ്ടി. ഇപ്പോഴും കാഴ്ചകൾ മനസ്സിന് നൽകുന്ന സന്തോഷം വളരെ കൂടുതലാണ്. പൂന്തോട്ടവും പൂനിലാവും നിറഞ്ഞ ഈ ദൃശ്യചാരുത ഞാൻ എഴുതിയ റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്ന ഗ്രന്ഥവും എന്ന യാത്രാവിവരണവും ഞാൻ എഴുതിയ 3-4ഓളം തിരക്കഥകളുമെല്ലാം ഇവിടുത്തെ അരുവിക്കര ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് എഴുതപ്പെട്ട എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെ വച്ചിട്ടാണ് പ്രശസ്ത സംഗീത സംവിധായകനായ ജാസി ഗിഫ്റ്റുമായി ഒരു രാവിൽ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നത്. ദൃശ്യചാരുത പകരുന്ന ഈ ദൃശ്യങ്ങൾ വളരെ മനോഹരവും ചേതോഹരവുമാണ്. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ.